ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ വീണ്ടും പൊട്ടിത്തെറി. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് JMM മുന്നണി വിട്ടു. 6 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. അതേസമയം സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് NDAയ്ക്കും തിരിച്ചടിയായി. മഡൌര മണ്ഡലത്തിലെ LJP സ്ഥാനാർത്ഥി സീമ സിംഗിന്റെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. വിനീത VG വിശദാംശങ്ങൾ നൽകും പട്നയിൽ നിന്ന്. വിനീത, മഹാസഖ്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയിലേക്ക് എത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കേണ്ട അവസ്ഥ തുടരുകയാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ഒരു നിർണായക ഘട്ടത്തിലേക്ക് സംസ്ഥാന ഭരണം തിരികെ പിടിക്കാം എന്നൊരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു തർക്കങ്ങളിലേക്കടക്കം മഹാസഖ്യം എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ വലിയ ഒരു തർക്കങ്ങളിലേക്കും പരസ്പരം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തന്നെ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. JMM ആദ്യഘട്ടത്തിൽ തന്നെ 6 സീറ്റുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യം നേതാക്കൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് 6 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ബീഹാറിലെ 6 മണ്ഡലങ്ങളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ RJDയുടെ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ 7ഓ 8ഓ മണ്ഡലങ്ങളിൽ വരെ RJD, കോൺഗ്രസ്, മഹാസഖ്യ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അവസ്ഥ ഒഴിവാക്കണമെന്നുള്ളത് തന്നെയാണ് ഇടതു നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. കാരണം ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിൽ സഖ്യത്തിലെ നേതാക്കൾ തന്നെ പരസ്പരം, സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം മത്സരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് D. രാജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ധാരണയിൽ ഇനിയും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് പല മണ്ഡലങ്ങളിലും ഒരു ആദ്യഘട്ടത്തിൽ അത് കോൺഗ്രസ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരി വിനീത, എന്തായാലും മഹാസഖ്യത്തിൽ പൊട്ടിത്തെറിയാണ്. JMM ആ മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പല മണ്ഡലങ്ങളിലും ഏതാണ്ട് 7-8 മണ്ഡലങ്ങളിൽ ഈ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതും ബീഹാറിലെ ഒരു രാഷ്ട്രീയ കൗതുക കാഴ്ചയായി മാറുകയാണ്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് പട്നയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.